അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പ്രത്യേക സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. ബ്ലാക്ക് ബോക്സ് പരിശോധനയിലൂടെ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും. ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകുമെന്നും വ്യോമയാന മന്ത്രി പറഞ്ഞു. AIB team believes that this decoding of the black box is going to give a in-depth insight into what would have actually happened, to investigate in a holistic way into the incident. And we have put a time limit of 3 months. We do have a very strict protocol, robust protocol, which we follow every time. Do an extended surveillance into the Boeing 787 series. You feel there need to be answers. The committee is also going to strongly pursue these things. But I'm sure with the support that the country is giving to the families, the moral support that we are all trying to provide to the families, at least it is going to help them a bit to come out of this difficult time. അപകടം നടന്ന സ്ഥലത്ത് വിവിധ ഏജൻസികൾ പരിശോധന നടത്തി. പരിശോധനയിൽ വിമാനത്തിന്റെ ക്യാബിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. അപകടത്തിൽ മരിച്ചവരുടെ DNA ടെസ്റ്റ് നടപടികൾ അഹമ്മദാബാദിൽ അതിവേഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രാവിലെ അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ നൽകിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഭാഗങ്ങൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് നീക്കുകയും ചെയ്തു. ഹോസ്റ്റലിന് മുകളിൽ തങ്ങിയിരുന്ന ഭാഗമാണ് ക്രെയിൻ ഉപയോഗിച്ച് താഴെ ഇറക്കിയത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനൊപ്പം വിഷ്ണു സുരേഷും അഹമ്മദാബാദിൽ നിന്നും തത്സമയം ചേരുകയാണ്. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറിയത് ഒന്ന്, ഇപ്പോൾ ഇവിടെ കൂടുതൽ ഏജൻസികൾ വന്ന് പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെ ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ അതിപ്പോഴും നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട ഭാഗം ഈ കെട്ടിടത്തിന് മുകളിൽ പതിഞ്ഞതാണ്, അത് താഴേക്ക് ഇറക്കിയിട്ടുണ്ട്, ക്രെയിൻ ഉപയോഗിച്ചെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ 3 മാസത്തിനകം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു റിപ്പോർട്ട് അത് സമർപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി പറയുകയും ചെയ്തു. എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം അത് എപ്പോഴായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകിട്ടുക? പ്രജിൻ, ഒരു വശത്ത് വിവിധ അന്വേഷണ ഏജൻസികളുടെ പരിശോധന നടക്കുന്നു. മറുവശത്ത് ആശുപത്രിയിൽ, ഈ BJ ആശുപത്രിയിൽ ഇപ്പോൾ DNA പരിശോധന നടത്താനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആശുപത്രിയിലേക്ക് ബന്ധുക്കൾ എത്തുന്നുണ്ട്. ഓരോരുത്തരെയും അവരുടെ രേഖകളും മറ്റും പരിശോധിച്ച് ഒപ്പുവെച്ച് വാങ്ങിയതിന് ശേഷം ഓരോരുത്തരെയും ഈ BJ മെഡിക്കൽ കോളേജിന് അകത്തേക്ക് കൊണ്ടുപോയി സാമ്പിളുകൾ നൽകുകയാണ്. നേരത്തെ പുല്ലാട്ട് നിന്ന് ഈ യാത്രക്കിടെ മരിച്ച രഞ്ജിതയുടെ സഹോദരൻ രതീഷ് രാവിലെ 7 മണിയോടെയാണ് അഹമ്മദാബാദിൽ എത്തിയത്. മുംബൈ വഴിയാണ് അവർ അഹമ്മദാബാദിലേക്ക് വരുന്നത്. ഒരു അടുത്ത ബന്ധു കൂടി ഒപ്പം ഉണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് വരുന്നു. ഇവിടെ രാവിലെ തന്നെ സാമ്പിൾ കൊടുത്ത് 8 മണിയോടെ അവർ പോവുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിൽ തന്നെ അവർ തങ്ങുകയും ചെയ്യുന്നു. എയർ ഇന്ത്യ എല്ലാ സഹായവും ചെയ്തു നൽകുന്നുണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. വിമാനത്താവളത്തിൽ അവർ എത്തിയത് മുതൽ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തന്നെ നടക്കുന്നു. വലിയ നടപടിക്രമമാണ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത്രയധികം മൃതദേഹങ്ങൾ എത്തിയ സാഹചര്യത്തിൽ അവരുടെയൊക്കെ ബന്ധുക്കൾ എത്തുന്നു. ഇത്ര അധികം പേരുടെ സാമ്പിൾ കളക്ട് ചെയ്യണം, അതൊക്കെ തന്നെ പരിശോധിക്കണം, അത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന കാര്യമൊക്കെ നോക്കണം. അതുകൊണ്ട് ഒരു ബൃഹത്തായ നടപടി ഇവിടെ നടക്കുന്നു. അതിനിടെയാണ് ഇന്നിപ്പോൾ വിദ്യാർത്ഥികളുടെ MBBS വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രതിനിധികൾ ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നും ഈ ആശുപത്രി പ്രിമൈസസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. അവർ പറയുന്നത് ഈ അപകടത്തിൽ മരിച്ച ഡോക്ടർമാരുടെ എണ്ണത്തെക്കുറിച്ച് പല അവ്യക്തതകളുമുണ്ട്. എന്നാൽ ഒരുപാട് സംഖ്യ ഡോക്ടർമാർ മരിച്ചിട്ടില്ല. 4 MBBS ഡോക്ടർമാർ മാത്രമാണ് മരിച്ചത്. ഡോക്ടർമാരുടെ ബന്ധുക്കളടക്കം 9 പേർ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് മരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊരു സംഖ്യ ആളുകൾ മരിച്ചിട്ടില്ല. ഏതാണ്ട് 20-ലധികം പേരാണ് പരിക്കേറ്റത്. അതിൽ 11 പേർ ചികിത്സ തേടി ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഈ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികൾ ഇന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആശുപത്രി പരിസരത്ത് DNA പരിശോധനയ്ക്കായി എത്തുന്ന ബന്ധുക്കളുടെ നീണ്ട നിര നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. പ്രജിൻ, യെസ്, ശ്രീനാഥ് ചന്ദ്രനാണ് അഹമ്മദാബാദിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അവിടെ DNA ടെസ്റ്റുകൾ നടക്കുന്നു. അത് എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ നടപടികൾ അവിടെ പുരോഗമിക്കുന്നത്.